ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈക്കൂലി വാങ്ങാമോ? കൂലി വാങ്ങണോ അതോ കൈക്കൂലി വാങ്ങണമോ? ഈ ദിവസങ്ങളിൽ മീഡിയകളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നതും പ്രചരിക്കപ്പെടുന്നതുമായ സംഭവങ്ങളും വാർത്തകളും കൈക്കൂലി കേസിൽ പിടിക്കപ്പെടുന്ന വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ കൈകാര്യം ചെയ്യുന്ന പല കേസുകളും പിടിക്കപ്പെടുന്നതും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്, ഞാൻ ചളിക്കോട്ടം മന്നുരുന്നിയ, കഴിഞ്ഞ ദിവസം കാറിലിരുന്ന് കൈക്കൂലി മേടിക്കുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ അവരുടെ 3 മക്കളും കൂടെ അതിൽ സാക്ഷി വണ്ടിയിലുള്ള സമയത്ത് ചെയ്ത ഒരു തിന്മ നിറഞ്ഞ ആ പ്രവൃത്തി കയ്യോടെ വിജിലൻസ് പിടികൂടി. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ദൈവവചനം പങ്കുവയ്ക്കുകയാണ്. ഇത് കാണുന്ന കേൾക്കുന്ന പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരോട്, നിങ്ങൾ ജോലിയെടുക്കുന്നതിനുള്ള കൂലി ഇതാ ഞങ്ങളിൽ നിന്ന് ടാക്സായിട്ടും എല്ലാമായിട്ട് അടക്കുന്ന ഇതെല്ലാം ആയിട്ട് നിങ്ങൾക്ക് ശമ്പളമായിട്ടും ആനുകൂല്യങ്ങളായിട്ടും ലഭിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ അമിത ദുരാഗ്രഹം ആർത്തി കാണിക്കുന്നത്? ആർത്തി മൂത്ത അയ്യോ, ഇതുപോലെയുള്ള പല സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് പുറത്തു വരുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പോകുന്നതും വരുന്നതുമായ, ഇനി ആരും കാണുന്നില്ല, അറിയുന്നില്ല, പിടിക്കപ്പെടുന്നില്ല എന്ന് കരുതിയ പല സംഭവങ്ങളും ദൈവത്തിൻ്റെ കോടതിയിൽ കണക്കൊടുക്കേണ്ടത് കൊണ്ടല്ല ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജീവൻ വിട്ടുപോകാതെ കിടക്കുന്ന, വലിഞ്ഞു കിടക്കുന്ന, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഏത് പ്രാർത്ഥന ചൊല്ലേണ്ടത്, അല്ലെങ്കിൽ ഓർമ്മയില്ല, വെളിവുമില്ല, വെള്ളിയാഴ്ചയില്ല എന്ന് പറയുന്ന അങ്ങനത്തെ അവസ്ഥകളൊക്കെ നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മിക്ക പ്രവചനം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം, തിന്മ പ്രവർത്തിക്കാൻ അവൻ ഉത്സാഹത്തോടെ കൈ നീട്ടുന്നു. അതാണ് കൈക്കൂലി. ഉത്സാഹത്തോടെ അവനായാലും അവളായാലും രാജാവ് ന്യായാധിപന് കൈക്കൂലി ആവശ്യപ്പെടുന്നു. ഉന്നതന്മാർ ദുരാഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് അത് നെയ്തെടുക്കുന്നു. വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കൈക്കൂലി വാങ്ങരുത്, അത് വിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. യെശയ്യാ 5:23 പറയുന്നതാണ്. അങ്ങനെയുള്ളവർക്ക്, ഇങ്ങനെ നീതി നിഷേധിക്കുന്ന, കൈക്കൂലി വാങ്ങുന്നവർക്ക് ദുരിതം എന്നാണ് പറയുന്നത്. ആ വാക്കിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് മനുഷ്യരെ പേടിയില്ലെങ്കിലും ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള പരിപാടികളുണ്ടെങ്കിൽ അത് നമുക്കോ നമ്മുടെ കുടുംബത്തിലോ ജീവിതാവസ്ഥകളിലോ ഏതെങ്കിലും തരത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുകയും മാറ്റം വരുത്തുകയും ചെയ്ത് നല്ല മനുഷ്യരായിട്ട്